Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on techknowfactory with me Sumod. And guys, let's build സീരീസിലെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പല പാർട്സും എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കേസ് അല്ലെങ്കിൽ ക്യാബിനറ്റ് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു നല്ല കേസ് വാങ്ങുക എന്നുള്ളതാണ്. സോ സ്ട്രേറ്റ് അവേ വീഡിയോയിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഒരു കേസ് അല്ലെങ്കിൽ ഒരു PC ക്യാബിനറ്റ് വാങ്ങുമ്പോൾ നോക്കേണ്ടത് ഒബ്വിയസ്ലി നമ്മുടെ ബഡ്ജറ്റാണ്. കാരണം എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ ബഡ്ജറ്റാണ് ഫസ്റ്റ് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും തന്നെ പല ബഡ്ജറ്റ് കാറ്റഗറീസിലെ റിക്വയർമെൻറ്റ്സും ഇത് ഉള്ളതാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ബഡ്ജറ്റ് തന്നെയാണ്. സോ ബഡ്ജറ്റ് അല്ലെങ്കിൽ പ്രൈസ് വൈസ് നോക്കുമ്പോൾ 2000 രൂപ തൊട്ട് മേലോട്ടാണ് കേസിൻ്റെ പ്രൈസസ് വരുന്നത്. ഒരു ബേസിക് സ്റ്റാൻഡേർഡ് കേസിൻ്റെ. സോ 2000 റുപ്പീസ് തൊട്ട് 30,000 to 40,000 റുപ്പീസ് വാല്യൂ ഉള്ള കേസസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതിൽ പല ബ്രാൻഡ്സും അവൈലബിൾ ആണ്. ബ്രാൻഡ്സ് നോക്കുമ്പോൾ നമുക്ക് കൂളമാസ്റ്റർ, കോർസെയർ, ആൻടെക്, ഡീപ് കൂൾ, NZXT അല്ലെങ്കിൽ തെർമൽ ടെക്, ഇതൊക്കെയാണ് കുറച്ച് നല്ല ബ്രാൻഡ്സ് എന്ന് പറയുന്നത്. സോ ഒരു ലോവർ ബഡ്ജറ്റ് ബിൽഡ് ആണെങ്കിൽ, അതായത് ഒരു APU ബേസ്ഡ് ഒരു 25,000 റുപ്പീസ് തൊട്ട് ഒരു 35,000 റുപ്പീസിന്റെ ഒരു ബിൽഡ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്ലോട്ട് എന്ന് പറയുന്നത് 2,500 തൊട്ട് ഒരു 3,000 രൂപയുടെ ആ ഒരു റേഞ്ചിൽ വരുന്ന ക്യാബിനറ്റ് ആയിരിക്കും നല്ലത്. സോ ഈ ഒരു റേഞ്ചിൽ കൂടുതലും നമ്മൾ കാണുന്നത് ആൻടെക്കിന്റെ കേസസ് ആയിരിക്കും. ആൻടെക്കിന്റെ കുറെ കേസസ് അവൈലബിൾ ആണ് ലോവർ ബഡ്ജറ്റ് കാറ്റഗറീസിന് വേണ്ടി. പിന്നെ ഇപ്പം ഡീപ് കൂളിന്റെ വരുന്നുണ്ട്. ഡീപ് കൂളിന്റെ ബോൾട്ട് ആകട്ടെ, ഡീപ് കൂളിന്റെ സൈലോൺ, ഇതൊക്കെ ഒരു 3,000 റുപ്പീസിന് താഴെ വരുന്നതാണ്. ആൻടെക്കിന്റെ നോക്കുകയാണെങ്കിൽ ആൻടെക് NX200, NX310 ഇതൊക്കെ 3,000 റേഞ്ച് ആണ്. അതേപോലെ കോർസെന്റെ സ്പെക് 1 ഒക്കെ 3,000 റുപ്പീസ് റേഞ്ചിൽ വരുന്നതാണ്. സോ ഒരു മീഡിയം ബഡ്ജറ്റ് ബിൽഡ് ആണെങ്കിൽ ഒരു 50,000 റുപ്പീസ്, 60,000 റുപ്പീസിന്റെ ആ ഒരു റേഞ്ച് ബിൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കേസിന്റെ ഓപ്ഷനിൽ ബഡ്ജറ്റ് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരു 4,000 to 5,000 ആ റേഞ്ചിൽ വരുന്ന കേസസ് ബെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക്. ഏറ്റവും ബെസ്റ്റ് ഇപ്പൊ ഞാൻ പറയുന്നത് MSIയുടെ MagForge 100M അല്ലെങ്കിൽ 100R ആണ്. 4,300 റുപ്പീസ് തൊട്ട് 4,700 ആ ഒരു റേഞ്ചിൽ വരുന്ന കേസാണ്. അതല്ലെങ്കിൽ ആൻടെക്കിന്റെ NX400 ഉണ്ട്. പിന്നെ കൂളമാസ്റ്ററിന്റെ K501L ഉണ്ട്. അതേപോലെ ഡീപ് കൂളിന്റെ മാട്രിക്സ് 55, ഇതൊക്കെ ഈ ഒരു റേഞ്ചിൽ വരുന്ന നല്ല കേസസ് ആണ്. കുറച്ചുകൂടെ ഹയർ ബഡ്ജറ്റ് ബിൽഡ് ആണെങ്കിൽ 75,000 റുപ്പീസിന് മേലെയുള്ള ബിൽഡുകളാണെങ്കിൽ നിങ്ങൾക്ക് NZXTയുടെ H500 അല്ലെങ്കിൽ H700, H510 Li ഓർ ലിയാൻലിയുടെ ലാൻഡ് കൂൾ മോഡൽസ് നോക്കാവുന്നതാണ്. കൂളമാസ്റ്ററിന്റെ H500 അല്ലെങ്കിൽ H520, H510 ഇതുപോലത്തെ മോഡൽസ് നോക്കാവുന്നതാണ്. സോ എന്തായാലും ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് കേസ് ചൂസ് ചെയ്യാവുന്നതാണ്. അത് എൻ്റെ ഒരു ബഡ്ജറ്റ് വൈസ് ഉള്ള റെക്കമെൻഡേഷൻ ആണ്. പക്ഷേ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്പെസിഫിക് ഈ കേസ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഓൺ ദ ഹോൾ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള കൺസ്യൂമർ ആണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇനി കേസിന്റെ ടെക്നിക്കൽ സൈഡ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കേസിന്റെ എയർ ഫ്ലോ എന്ന് പറയുന്നത്. എയർ ഫ്ലോ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒപ്റ്റിമൽ എയർ ഫ്ലോ അല്ലെങ്കിൽ നല്ല എയർ ഫ്ലോ നിങ്ങളുടെ കേസിനകത്തില്ല എന്നുണ്ടെങ്കിൽ കേസിനകത്തുള്ള പാർട്സ്, പ്രോസസ്സർ ആകട്ടെ, ഗ്രാഫിക്സ് കാർഡ് ആകട്ടെ, മറ്റു പാർട്സ് ആകട്ടെ, നല്ലപോലെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന പാർട്സ് ആണ്. സോ ഈ പാർട്സ് എക്സേർട്ട് ചെയ്യുന്ന ഹീറ്റിനെ പുറത്തോട്ട് വിടുന്നുണ്ടെങ്കിൽ നല്ല എയർ ഫ്ലോ ഉള്ള ക്യാബിനറ്റ് ആവശ്യമാണ്. സോ ഒരു നല്ല എയർ ഫ്ലോ ഉള്ള കേസ് നോക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രണ്ട് ഓപ്പൺ ടൈപ്പ് നോക്കുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ടിൽ മെഷോ ഓപ്പണിംഗ് ഉള്ള കേസ് നോക്കുന്നത്. സോ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിൽ മെഷ് പാനൽ അല്ലെങ്കിൽ ഇന്ന് ഗ്രിൽ ടൈപ്പ് ഉള്ള കേസുകളാണ്. എന്ന് വെച്ച് ഫ്രണ്ട് ക്ലോസ്ഡ് ഉള്ള മോഡൽസ് എയർ ഫ്ലോ മോശം ആണെന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യം നല്ലപോലെ അകത്ത് കൂളിംഗ് ഫാൻസ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ കൂളിംഗ് കിട്ടുന്നതാണ്. സോ ക്യാബിനറ്റിന്റെ ഫ്രണ്ടിലെ മെഷും കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേസിൽ വരുന്ന ഫാൻസ്. സോ ഒരു ഒപ്റ്റിമൽ എയർ പ്രഷർ അല്ലെങ്കിൽ നല്ല ഒരു ഇൻസൈഡ് ദ ക്യാബിനറ്റ് കൂളിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മിനിമം ഫ്രണ്ടിൽ 2 എയർ ഫ്ലോയ്ക്ക് വേണ്ടി ഇൻടേക്കിന് വേണ്ടി ഫാൻസ് വേണം. അതേപോലെ എക്സോസ്റ്റ് ചെയ്യാൻ പുറത്തോട്ട് വിടാൻ വേണ്ടി ബാക്കിൽ മിനിമം ഒരു ഫാൻ വേണം. ടോപ്പിൽ നിങ്ങൾക്ക് ഫാൻ വെക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും എക്സോസ്റ്റിന് വേണ്ടി നല്ലതാണ്. നെക്സ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് കേസിന്റെ സൈസും നിങ്ങളുടെ മദർ ബോർഡിന്റെ ഫോം ഫാക്ടർ. അതായത് മദർ ബോർഡിന്റെ മൈക്രോ ATX ആണോ, ATX ആണോ, മിനി ITX ആണോ എന്നുള്ളത്. സോ നിങ്ങളുടെ മദർ ബോർഡിന്റെ സൈസ് അനുസരിച്ച് കേസിന്റെയും പല അതേ സെയിം സൈസസിൽ അവൈലബിൾ ആണ്. മിനി ITX തൊട്ട് ATX തൊട്ട് ഈ ATX സൈസസ് കേസസ് അവൈലബിൾ ആണ്. മോസ്റ്റ്ലി ഏറ്റവും കൂടുതൽ റണ്ണിംഗ് ആയിട്ടുള്ള കേസ് എന്ന് പറയുന്നത് മിഡ് ടവർ ATX കേസസ് ആണ്. മിഡ് ടവർ ATX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വലിയ സൈസ് ഒന്നുമല്ല, കോമ്പാക്ട് സൈസ് ആയിരിക്കും. പക്ഷേ ഒരു ഫുൾ ATX സൈസ് മദർ ബോർഡ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ മിഡ് ടവർ ATX കേസ് ആണെങ്കിൽ അതിൽ ഓൾമോസ്റ്റ് 3 കാറ്റഗറി ഓഫ് മദർ ബോർഡ്സ് ഫിറ്റ് ആകും. മിനി ITX തൊട്ട് മൈക്രോ ATX ആൻഡ് ATX സൈസ് മദർ ബോർഡ്സ് അതിൽ ഫിറ്റ് ആവുന്നതാണ്. ഇതിൽ ചെറിയ സൈസ് കേസുകളാണെങ്കിൽ അതിൽ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ടാകും മൈക്രോ ATX എന്ന് സെപ്പറേറ്റ് ആയിട്ട്. സോ അതിന്റെ അർത്ഥം മൈക്രോ ATX വരെ അതിൽ സപ്പോർട്ട് കാണത്തുള്ളൂ എന്നാണ്. ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത് മിഡ്
8 hour ATX കേസ് എടുക്കുന്നതാണ്. ഇൻ കേസ് നിങ്ങളുടെ വേറെ സ്പെഷ്യൽ റിക്വയർമെന്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് ചെറിയ കേസ് വേണം അല്ലെങ്കിൽ നിങ്ങൾ മിനി ITX മദർ ബോർഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചെറിയ സ്മോൾ ഫോം ഫാക്ടർ കേസസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. പക്ഷേ എന്തായാലും നിങ്ങൾ എടുക്കുന്ന കേസിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം നോക്കുക ഏത് സൈസ് ഓഫ് കേസസ് അതിൽ ഫിറ്റ് ആവുമെന്ന്. കേസ് ഒരു ATX സൈസ് മദർ ബോർഡ് ആണെങ്കിൽ നിങ്ങൾ സപ്പോസ് അറിയാതെ ഒരു മൈക്രോ ATX മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആയിരിക്കും. സോ മദർ ബോർഡിന്റെ ഫോം ഫാക്ടറും നിങ്ങളുടെ കേസിന്റെ ഡിസ്ക്രിപ്ഷനിൽ അത് ചെക്ക് ചെയ്യാൻ നോക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് പാർട്സിന്റെ കമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ ക്ലിയറൻസ് ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കുന്നത്. സോ കേസിന്റെ കമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ ക്ലിയറൻസ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മദർ ബോർഡ് ഒരു ഇഷ്യൂ ആയിരിക്കും. മദർ ബോർഡിന്റെ സൈസും കാര്യങ്ങളും ATX ആണോ ഏതാണോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാൻ നോക്കണം. അതേപോലെ ഗ്രാഫിക്സ് കാർഡിന്റെ ലെങ്ത് നിങ്ങൾക്ക് നോക്കേണ്ടതാണ്. ചില കേസ് ചെറിയ കേസുകളായിരിക്കും, അതിൽ ഗ്രാഫിക്സ് കാർഡിന് ഒരു സ്പെസിഫിക് ലെങ്ത് മാത്രമേ ഫിറ്റ് ആകത്തുള്ളൂ. ഇൻ കേസ് നിങ്ങളുടെ കുറച്ച് ലെങ്ത് കൂടിയ ഗ്രാഫിക്സ് കാർഡ് ആണെങ്കിൽ 3 ഫാൻസ് ഒക്കെ ഉള്ള ഗ്രാഫിക്സ് കാർഡ് ആണെങ്കിൽ അത് കുറച്ച് ചെറിയ കോമ്പാക്ട് കേസിൽ ഫിറ്റ് ആകാൻ ചാൻസ് ഇല്ല. സോ ഗ്രാഫിക്സ് കാർഡിന്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കിയിട്ട് കേസിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എത്ര മാക്സിമം ലെങ്ത് ഉള്ള ഗ്രാഫിക്സ് കാർഡ് അതിൽ ഫിറ്റ് ആവുമെന്ന്. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് CPU കൂളറിന്റെ ഓപ്ഷൻസ്. ഇൻ കേസ് എയർ കൂളർ ആണെങ്കിൽ എത്ര ഹൈറ്റ് ഉള്ള കൂളർ ആണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കേസിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും, അത് ക്ലിയർ ആയിട്ട് നോക്കേണ്ടതാണ്. ഓൾ ഇൻ വൺ ലിക്വിഡ് കൂളർ ആണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ടോപ്പിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൂളർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേഡിയേറ്റർ സൈസ് സപ്പോർട്ട് ചെയ്യുമെന്നും ഡിസ്ക്രിപ്ഷനിൽ നോക്കേണ്ടതാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കോമൺ ജനറൽ ആയിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പ്രിഫറൻസ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് ഇത് നോക്കേണ്ടത്. എല്ലാവർക്കും ചിലപ്പം ഇത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കേബിൾ മാനേജ്മെന്റിനെയാണ്, ബാക്കിലെ കേബിൾ മാനേജ്മെന്റ് സ്പേസ് എത്രയുണ്ടെന്ന് അത് മോസ്റ്റ്ലി ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ചില കമ്പനീസ് മെൻഷൻ ചെയ്യും താഴെ കേബിൾ മാനേജ്മെന്റിന് എത്ര സ്പേസ് ഉണ്ടെന്ന്. ബാക്കിലെ സ്പേസ് മാത്രമല്ല നോക്കേണ്ടത്, കേബിൾ റൗട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അവിടെ ഇവിടെയും കട്ടൗട്ട്സ് ഉണ്ടോ എന്നും നോക്കണം. ഫോർ എക്സാമ്പിൾ മദർ ബോർഡിന്റെ നോക്കിക്കഴിഞ്ഞാൽ മദർ ബോർഡിന്റെ CPU പവർ പിന്നിന്റെ മേളിലുള്ള ആ ഒരു ഏരിയയിൽ കട്ടൗട്ട് ഉണ്ടോ, അവിടുന്ന് കേബിൾ റൗട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഹോൾ ഉണ്ടോ എന്ന് നോക്കണം. 24 പിന്നിന്റെ ആവട്ടെ, ഗ്രാഫിക്സ് കാർഡിന്റെ പവർ സപ്ലൈ കേബിൾ ആവട്ടെ, എവിടുന്നാണോ കേബിൾ എടുത്ത് കണക്ട് ചെയ്യേണ്ടത് അവിടെ അഡിക്വേറ്റ് ആയിട്ട് ഹോൾസ് അല്ലെങ്കിൽ കട്ടൗട്ട്സ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഒരു ഫാക്ടർ എന്ന് വേണേ നമുക്ക് പറയാം RGB. പക്ഷേ അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്, നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെന്നുള്ളത്. RGB വേണമെങ്കിൽ RGB എടുക്കാം. RGB ഉള്ള കേസസ് അവൈലബിൾ ആണ്, നല്ല ഫുൾ RGB ഉള്ള കേസസ് ഒക്കെ അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്, അതിനെക്കുറിച്ച് വലുതായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ നോക്കാവുന്ന ഒരു കാര്യമാണ് പവർ സപ്ലൈന്റെ മേലെ ഉള്ള കവറിംഗ് അല്ലെങ്കിൽ പവർ സപ്ലൈ ഷ്രൗഡ് ഉണ്ടോ എന്നുള്ളത്. ഇത് പവർ സപ്ലൈയുടെ ആ ഒരു ഏരിയ കവർ ചെയ്യുന്ന ഒരു കവറിംഗ് ആണ്. സോ ഇത് മോസ്റ്റ്ലി കേബിൾ മാനേജ്മെന്റ് കേബിൾ ഹൈഡ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ഓപ്ഷൻ ആണ്. ഇതില്ല എന്നുണ്ടെങ്കിൽ കേബിൾസ് എല്ലാം ഫ്രണ്ടിൽ വന്നിങ്ങനെ നിൽക്കും. പവർ സപ്ലൈ കവറിംഗ് ഉണ്ടാകുന്നത് നല്ലതാണ്, കേബിൾസ് ഹൈഡ് ചെയ്യാൻ വേണ്ടി നല്ലതാണ്. അതേപോലെ ടെമ്പേർഡ് ഗ്ലാസും ഒരു ഓപ്ഷനാണ്. ടെമ്പേർഡ് ഗ്ലാസ് വേണമെങ്കിൽ ടെമ്പേർഡ് ഗ്ലാസ് കുറച്ച് കൂടുതലാണ്, 3500 റുപ്പീസ് തൊട്ട് മേലോട്ടാണ് ടെമ്പേർഡ് ഗ്ലാസ് ഉള്ള കേസസിന്റെ പ്രൈസ് വരുന്നത്. മോസ്റ്റ്ലി 3000 റുപ്പീസിന് താഴെയുള്ള കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പേർഡ് ഗ്ലാസ് അല്ല, അക്രിലിക് പ്ലാസ്റ്റിക് ഗ്ലാസ് ആണ് ഇതിൽ വരുന്നത്. സോ ഇത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ ഇൻ കേസ് ടെമ്പേർഡ് ഗ്ലാസ് ആണെന്ന് വിചാരിച്ച് വാങ്ങിക്കുന്നത് ചിലപ്പം ടെമ്പേർഡ് ഗ്ലാസ് ആകണമെന്നില്ല. സോ അത് ജസ്റ്റ് ഒന്ന് മൈൻഡ് വെച്ചേക്കുക. കുറച്ച് പേരെങ്കിലും ചൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് DVD ഡ്രൈവ് ഉള്ള കേസസ്. കൂടുതൽ CDയും DVDയും യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പഴഞ്ചൻ ടൈപ്പ് ഓഫ് കേസ് ആയിരിക്കും നല്ലത്. സോ ആ ഒരു DVD ഡ്രൈവ് ഒക്കെ ഉള്ള കേസ് ഉണ്ടോ എന്ന് അത് ചെക്ക് ചെയ്തിട്ട് വാങ്ങുന്നത് നല്ലതായിരിക്കും. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്യാബിനറ്റ് വാങ്ങിക്കുമ്പം ടോപ്പ് മൗണ്ടഡ് പവർ സപ്ലൈ ഉള്ള ക്യാബിനറ്റ് വാങ്ങാതിരിക്കുക. ഇതൊക്കെ പഴയ കേസുകളാണ്, അതായത് മേലെയാണ് പവർ സപ്ലൈ ഫിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാം ബോട്ടം മൗണ്ടഡ് പവർ സപ്ലൈ ഉള്ള കേസുകളാണ് വരുന്നത്. സോ ടോപ്പ് മൗണ്ടഡ് അത്ര എഫിഷ്യൻ്റ് അല്ല. കേബിൾ മാനേജ്മെൻറ്റ് ചെയ്യാനും കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. കേബിൾസ് അത്ര നീറ്റായിട്ട് നമുക്ക് റൗട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. സോ ബെറ്റർ ബോട്ടം മൗണ്ടഡ് PSU ഉള്ള ക്യാബിനറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. സോ എന്തായാലും ഒരു നല്ല കേസ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ മാക്സിമം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എന്തായാലും ഐ ഹോപ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്കാം. എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.